ഇവിടെ ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെ എന്തൊക്കെ വാദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെയൊക്കെ പ്രതിരോധിക്കുവാൻ, തൗഹീദിന്റെ തെളിമ നിലനിർത്തുവാൻ വളരെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് സൃഷ്ടികളുടെ കഴിവുകൾക്ക് അതീതമായ ഒരു കഴിവ് ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വാദിച്ചാൽ അതെന്താവട്ടെ ആരാവട്ടെ അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, സങ്കടകരമായ പ്രയോഗങ്ങൾ വരെ ചില ആളുകളിൽ നിന്ന് ഉണ്ടായി എന്ന്. അവർ തിരുത്തുമായിരിക്കാം, ഒരുപക്ഷെ അബദ്ധം സംഭവിച്ചത് തന്നെയായിരിക്കാം, അവരൊക്കെ അന്ന് മുസ്ലിയാക്കളല്ലേ എന്ന്. അങ്ങനെയെങ്കിൽ ലാഘവ ബുദ്ധിയോടെ പറഞ്ഞു ഒഴിവാക്കാവുന്ന പ്രശ്നമാണോ പ്രിയമുള്ളവരേത്? അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ആ പാരമ്പര്യവും അതേപോലെ തന്നെ അവർ പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും ഇന്നും ഇവിടെ കൃത്യമായി തന്നെ ആർക്കും വായിക്കാവുന്ന നിലക്ക് മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് നാം കൃത്യമായി അതെന്താണെന്ന് ഗ്രഹിക്കുവാനുള്ള ഒരു മനസ്സാണ് തീർച്ചയായും നമുക്കുണ്ടാവേണ്ടത്. നമുക്കാരോട് വാശി, നമുക്കാരോട് വൈരാഗ്യം, എല്ലാവരും ഏത് വിഭാഗമായിരുന്നാലും എല്ലാവരും സ്വർഗത്തിലെത്തണം എന്ന് മോഹമുള്ളവർ തന്നെയാണ്. പക്ഷേ മനസ്സിലാക്കിയെടുത്ത് വരുന്ന പിഴവുകൾ അത് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ഇതുവരെ നമ്മൾ തെറ്റിദ്ധരിച്ചതായിരുന്നു എന്നുള്ള ഒരു വശത്തിലേക്ക് എത്തും. തീർച്ചയാണത്. അതിനല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ദിവസവും നമ്മൾ തുടങ്ങുമ്പോൾ, നമ്മൾ രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി തഹജ്ജുദിന് നിൽക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ മനസ്സുരുകിക്കൊണ്ടൊരു തേട്ടം തേടേണ്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർള് أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. എനിക്കെന്നോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങളോടും പറയാനുള്ളത്, നമ്മൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് മറ്റുള്ള എല്ലാ മുൻധാരണകളും അങ്ങ് മാറ്റിവെച്ചിട്ട് അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് റഹ്മാനായ റബ്ബിൻ്റെ ഗുണവിശേഷണങ്ങളൊക്കെ തവസ്സുലാക്കിയിട്ട് അവനോട് നമ്മൾ പറയുന്നുണ്ട്. ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധിയാണ്, പലതും പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ കിടന്ന് ആകെ കൺഫ്യൂഷനിലാകുന്ന ഒരവസ്ഥയില്ലാതെ നേരിന്റെ പാത എന്താണോ അതിലേക്ക് മാത്രം നീ എന്നെ നയിക്കണേ. അതിന് കഴിവുള്ളവൻ അഥവാ ഹിദായത്ത് നൽകാനും നൽകപ്പെട്ട ഹിദായത്ത് മരണം വരെ നിലനിർത്താനും കഴിവുള്ളവൻ ഏകനായ റബ്ബേ നീ മാത്രമേയുള്ളൂ. ഇന്നക തഹ്ദീ മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ തഹജ്ജുദിൽ സുബഹിക്ക് മുമ്പുള്ള സമയത്ത് റഹ്മാനായ റബ്ബദാ ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ ചോദിച്ചോളൂ, ആരുണ്ടെന്നോട് കാര്യങ്ങൾ തേടാൻ പറഞ്ഞോളൂ, ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞ് അവൻ അനുയോജ്യമായ നിലക്ക് നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്നു നിൽക്കുന്ന ആ ഒരു നേരത്ത് നമുക്കേറെ പ്രധാനപ്പെട്ട സംഗതിയല്ലേ നമ്മുടെ ഹിദായത്തിന്റെ കാര്യം. അത് നഷ്ടപ്പെടാതിരിക്കാൻ, അത് കിട്ടിയത് നിലനിന്നു പോകാൻ, മരിക്കുന്നത് വരെ മരണനേരത്തും റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച ആശയാദർശങ്ങളിൽ കൃത്യമായി തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമയുടെ ആശയവും പൊരുളും മനസ്സിൽ ഉറപ്പിച്ച് അത് പറയാനും അത് മനസ്സിലാക്കി തന്നെ സന്തോഷത്തോടെ മരിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടി ചോദിക്കടേ എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അതല്ലാതെ ഇതിലിപ്പോ വേറെന്താ നിവൃത്തി? ഒരു നിവൃത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാ, കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഏത് വിഷയങ്ങളിലാവട്ടെ, ഇപ്പൊ പരപ്പനങ്ങാടിയിൽ ഖണ്ഡനം നടക്കുന്നുണ്ട്, രണ്ട് വിഭാഗത്തിൻ്റെതും കേൾക്കുക. ഇപ്പൊ കോഴിക്കോട് ആദർശ സമ്മേളനം ജൂബിലി ഹാളിൽ വെച്ച് നടന്നു, എല്ലാം വിശദീകരിക്കപ്പെട്ടു, കേൾക്കുക. ഇനി അതിന്റെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? കേൾക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഒരു വഴി ഉണ്ടാവില്ലേ? ഉണ്ടാകും, തീർച്ചയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു പാതയുണ്ടല്ലോ, ഇത് പൂർവ്വസൂരികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മഹാരഥ ായ നേർക്കാഴ്ചകളിലൂടെ ഇസ്ലാം മനസ്സിലാക്കിയ സഹാബത്ത് അവിടുന്ന് അങ്ങോട്ട് പോന്ന് പിന്നെ കേരളക്കരയിലെത്തി അതിൻ്റെ താവഴിയിലൂടെ ഇങ്ങ് 100 കൊല്ലമായിട്ട് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു തൗഹീദ് പറഞ്ഞുവോ അതിന് പറഞ്ഞ ഡെഫിനിഷനുകൾ എന്താണോ, അതിന് പറഞ്ഞ കാരണങ്ങൾ എന്താണോ, അതൊക്കെ ഇന്നും നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത നിലക്ക് തുടരുമ്പോൾ മാത്രമല്ല ഹദീസുകളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തള്ളുകയും കൊള്ളുകയും ഒന്നും ചെയ്യാതെ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم
നമ്മൾ മുഅ്മിനായ പുരുഷനാണോ സ്ത്രീയാണോ അത് തെളിയിക്കപ്പെടേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതിനുള്ള ഒരു വഴിയാണ് ഏതൊരു ആണാവട്ടെ പെണ്ണാവട്ടെ അള്ളയും അള്ളാഹുവിന്റെ റസൂലും ഒരു കാര്യം നമുക്കങ്ങ് വിധിച്ച് തീരുമാനമാക്കി പഠിപ്പിച്ചു തന്നാൽ അതിൽ പിന്നെ എൻ്റെ ഇഷ്ടത്തിനവിടെ പ്രസക്തിയില്ല. എന്താണോ റബ്ബ് പഠിപ്പിച്ചത് അവന്റെ റസൂലിലൂടെ അത് സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ. യഥാർത്ഥത്തിലുള്ള മുഅ്മിനായി തീരണോ താഴെ പറയുന്ന ഗുണങ്ങളുള്ളവരിൽ മാത്രമേ ഈമാനുള്ളൂ. അതാ ഇന്നമ വന്നത്, അവരെ മുഅ്മിനാകൂ. ആര്? ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ. അഥവാ വിശുദ്ധ ഖുർആനിനെ പൂർവസൂരികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി, ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിച്ച് സഹീഹായവ നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വിശ്വാസങ്ങളെ ക്രമീകരിക്കൂ, കർമ്മങ്ങളെ ക്രമീകരിക്കൂ, ആഘോഷങ്ങളെ ക്രമീകരിക്കൂ, ജീവിതചര്യകളെ ക്രമീകരിക്കൂ എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്കും നിങ്ങൾ മാനദണ്ഡമാക്കൂ എന്ന് പറഞ്ഞ് വിളിക്കപ്പെട്ടാൽ മുഅ്മിനുകൾക്ക് വന്നേ മറുപടി പറയാനുള്ളൂ. അതെന്താണ്? അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, റെഡി, ഞങ്ങൾ അനുസരിച്ചു. അതിലപ്പുറം ഒരു വർത്താനല്ല. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ്, അവർ തന്നെയാണ് വിജയം വരിച്ചവർ. നമ്മൾ അതിലുണ്ടോ പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബല്ലാത്തവരെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടോ? ആരായാലും നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ജീവിത രേഖയുണ്ട്, ആ മാർഗമുണ്ട്. അതിനെ തള്ളുന്നുണ്ടോ? കാര്യം അപകടമാണ്. നമ്മുടെ ബുദ്ധിയേക്കാളും അപ്പുറം, ശാസ്ത്രീയമായ പിൻബലത്തെക്കാളും അപ്പുറം, ലബോറട്ടറികളിൽ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെ മേലൊപ്പുണ്ടായെങ്കിലേ ഒരു ഹദീസ് വഹയിലൂടെ കിട്ടിയതാണെന്ന് ഉറപ്പാണെങ്കിൽ പോലും, ഹദീസിന് കുഴപ്പമില്ല എന്ന് ഉറപ്പായിട്ട് നമുക്ക് തിരിഞ്ഞാൽ പോലും അതിൽ പറഞ്ഞ ആശയങ്ങൾ ഇവിടെയുള്ള ശാസ്ത്രലോകത്തിന്റെ പിന്തുണയ്ക്ക് എതിരാണെങ്കിൽ ആ ഹദീസും തള്ളണമെന്നൊക്കെ പരസ്യമായി പ്രസംഗിക്കുന്ന തലമുതിർന്ന മൗലവിമാര്, സഹോദരങ്ങളെ, അവർക്കൊക്കെയും ചിന്തിക്കാനുള്ള കാലഘട്ടമായില്ലേ? നമ്മൾ ആലോചിച്ചു നോക്ക്. നമുക്കൊരു ശാസ്ത്രത്തിന്റെ പിൻബലം വേണോ? നമുക്കുള്ള മാനദണ്ഡം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ എനിക്കത് ശാസ്ത്രം അത് തെളിയിക്കണ്ട, അങ്ങനെ പോകാൻ കഴിയുമോന്ന് എനിക്ക് നോക്കണ്ട, അതെനിക്ക് അംഗീകരിക്കാൻ പിന്നെ മറ്റൊന്നും തടസ്സമല്ല. എഴുവാനങ്ങൾക്കപ്പുറത്തേക്ക് മുസ്തഫ മേറാജിന് പോയി എങ്കിൽ അതൊക്കെ അക്കാലത്ത് സംഭവ്യമാണെന്ന് ശാസ്ത്രത്തിന്റെ ഒരു പിൻബലം നമുക്ക് വേണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇസ്രാ യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ ലഇൻ അല്ലാഹുവിന്റെ റസൂൽ ലഇൻ ഖാല, മുത്തുനബി അങ്ങനെ പറഞ്ഞു എന്നുറപ്പാണോ എങ്കിൽ ഫഇന്നഹു സദഖ, അവിടുന്ന് സത്യ പറഞ്ഞത്. ഇതാണ് മാനദണ്ഡം. പറഞ്ഞോ? ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളൊക്കെ ഒത്തു, എല്ലാ നിലക്കും ഒത്തിട്ടുണ്ട്, ബുഖാരിയിലുണ്ട്, മുസ്ലിമിനുണ്ട്. പക്ഷേ ശാസ്ത്രത്തിന്റെ പിൻബലം കൂടി വേണം. അപ്പൊ ഈച്ചയുടെ ഹദീസൊക്കെ ഉദാഹരണമായിട്ട് ഞാൻ ഈ അരീക്കോടുന്ന് സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഹദീസ്, ഈച്ച വെള്ളത്തിൽ വീണാൽ 2 ചിറകും മുക്കിയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഒരു ചിറകിൽ മരുന്നുണ്ട്, രോഗമുണ്ട്, മറ്റേ ചിറകിൽ അതിൻ്റെ ആന്റിബയോട്ടിക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ പരിഹസിച്ച് അതൊന്നും തെളിയിക്കപ്പെടാൻ പറ്റൂല, അതൊക്കെ തെളിയിക്കുമ്പോൾ നമുക്ക് നോക്കാം ശാസ്ത്രത്തിന്റെ പിൻബലം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നവരവസ്ഥയോളം പലരും എത്തുന്നത് എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ? നേരത്തെ ഈ പറഞ്ഞ യഥാർത്ഥമായ പിടിവള്ളിയിൽ നിന്നാണ് വിട്ടുപോകുമ്പോഴാണ്. വലത്തേ കൈകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കണം, വലത്തേ കൈകൊണ്ട് ഭക്ഷിക്കണം. അവിടെ കയ്യിൽ ചാറും കറിയും ഒക്കെ ഉണ്ടാകുമ്പോൾ വൃത്തികേടാകും ഗ്ലാസ് എന്ന് വന്നാൽ നമ്മൾ അപ്പ നബിചര്യ അനുസരിച്ച് ഇടത്തെ കൈകൊണ്ട് കുടിക്കലാണ് നബിചര്യയോട് യോജിച്ച് നിൽക്കുന്നത്. കാരണം വൃത്തിക്കാണ് പ്രധാനം എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കൂ പ്രിയമുള്ളവരെ, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ നിങ്ങൾ വലത് കൈ കൊണ്ട് തിന്നണം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇല്ലത്തായി കാരണമായി പറഞ്ഞ വിഷയം എന്തായിരുന്നു? ശൈത്താനാണ് മനുഷ്യന്മാരെ ഇടത്തെ കൈ കൊണ്ട് തിന്നും കുടിക്കും ചെയ്യാ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഏതവസരങ്ങളിലും നമ്മളതൊക്കെ പാലിക്കുകയല്ലേ വേണ്ടത്. ഉദാഹരണങ്ങൾ ചിലത് പറഞ്ഞു എന്ന് മാത്രം. അവിടെയൊക്കെ അതിൻ്റെ പൊരുൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. നമ്മുടെ പൂർവ്വസൂരികൾക്കൊന്നും മനസ്സിലാകാത്ത ഒരു മനസ്സിലാക്കൽ ഇന്ന് എനിക്കൊന്ന് മനസ്സിലാവുക, നാളെ വേറൊരാൾക്ക് മനസ്സിലാവുക, മറ്റന്നാൾ വേറൊരാൾക്ക് മനസ്സിലാവുക. ഇങ്ങനെ പോയാൽ ഇവിടെ ഏതാണ് ഇവിടെ നിലനിൽക്കുക പ്രിയമുള്ളവരെ? അതുകൊണ്ട് അതൊക്കെ ഒന്ന് വിശദമായി പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ നന്നാവണം എന്ന ഹിദായത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള നിലനിൽപ്പ്, ഇതെൻ്റെ മരണം നന്നാവണം, എൻ്റെ ഖബറിലേക്കാണ്, എൻ്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന നല്ല ഉദ്ദേശത്തോടെ ആത്മാർത്ഥമായി റബ്ബിനോട് തേടി നോക്കൂ, ഫലമുണ്ടാകും, യാതൊരു സംശയവും.